തിരിച്ചു വന്നത് ആത്മഹത്യ ചെയ്യാനുള്ള തീരുമാനവുമായിട്ടാണ്. പക്ഷേ എനിക്കതിന് തീരെ ധൈര്യമില്ലായിരുന്നു. റെയിൽ പാളത്തിലേക്ക് കാലെടുത്ത് വെച്ചെങ്കിലും ട്രെയിനിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാനാകെ പേടിച്ച് വിറച്ചുപോയി. പേടി കൊണ്ട് 2 തവണയും ഞാനങ്ങനെ തിരികെ പോന്നതുമാണ്. എൻ്റെ മോളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. മരുമകനോട് എന്ത് സമാധാനം പറയുന്നു അറിയില്ലായിരുന്നു. ജീവിച്ചിരുന്നാൽ എല്ലാവരോടും സമാധാനം പറയണം, മരിച്ചാൽ പിന്നെ അത് വേണ്ടല്ലോ. അറിയാതെ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അത് തെറ്റല്ല, അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ അത് തെറ്റ്. അതേ തെറ്റ് ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചെയ്താൽ അത് പാപമാണ് സർ. ഈ ലോകം അങ്ങനെ പാപം കൊണ്ടൊന്നറിയാൻ പാടില്ല. ഇവന്റെ പേര് സ്റ്റീഫൻ പ്രകാശ്. ആദ്യമൊക്കെ ക്രിക്കറ്റ് ബെറ്റിങ്ങും ഹവാല ഇടപാടുകളുമായിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ സഡൻലി അഗ്രോ ഡയമണ്ട് കമ്പനിയുടെ ചെയർമാൻ പോസ്റ്റിലെത്തി. മിഡിൽ ക്ലാസ്സുകാരുടെ വീക്ക്നെസ് മനസ്സിലാക്കി ചുരുങ്ങിയ സമയം കൊണ്ട് 90,000 കോടി രൂപയോളം കൈക്കലാക്കി. 1 or 2 ഫാമിലി അല്ല സർ, ഒരുപാട് ഫാമിലികളാ ഇവന്റെ സ്കാമിലൂടെ ഇല്ലാതായത്. എത്ര പേര് ആത്മഹത്യ ചെയ്തത്. ഇപ്പൊ ഇവനെവിടെയാ? ഡൽഹിയിൽ ഹൈക്കോടതിയിൽ തോറ്റതുകൊണ്ട് സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയിരിക്കുകയാണ്.